സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. എബൌട്ട് ടു, ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എബൌട്ട് ടുവിനെ പറ്റി. എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ പോവുകയാണ്, ഉടനെ സംഭവിക്കാൻ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എബൌട്ട് ടു എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സംതിങ് ഹാപ്പനിങ് വെരി സൂൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നതിനാണ് നമ്മൾ എബൌട്ട് ടു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സെക്ഷനെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം ഒരുപാട് ചാപ്റ്ററുകൾ ഇതിന് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടതാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാകും. എന്താണെങ്കിലും ഈ ചാപ്റ്റർ കാണുക, അതിനുശേഷം നിങ്ങൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകൾ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കാരണം ഞാൻ അങ്ങനെയാണ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഇതെവിടെയൊക്കെയാണ് ഈ എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് സംഭവിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഉടൻ സംഭവിക്കുന്നതാണ് നമ്മളിത് പറഞ്ഞത് എബൌട്ട് ടു എന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മീറ്റിംഗ് ഈസ് എബൌട്ട് ടു ബിഗിൻ എന്ന് പറഞ്ഞാൽ എന്നാണ്, മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. അതല്ല എങ്കിൽ ഒരു സിനിമ നമ്മൾ മൂവി എന്ന് പറയും. അപ്പോൾ ദ മൂവി ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മൂവി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ടൂവിന് ശേഷം നമ്മളെപ്പോഴും V1 ആണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ടൂവിന് ശേഷം നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, V1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാക്കാണ് ജസ്റ്റ് എന്നുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ ഉടൻ സംഭവിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ ഈ ജസ്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തി ഒരു മിനിറ്റിനകം മീറ്റിംഗ് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ദ മീറ്റിംഗ് ഈസ് ജസ്റ്റ് എബൌട്ട് ടു ബിഗിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മീറ്റിംഗ് ഉടൻ തന്നെ ആരംഭിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഒരാളോട് പറയണം ഹരിയപ്പ് പെട്ടെന്നാട്ടെ, ദ ഷോപ്പ് ഈസ് ജസ്റ്റ് എബൌട്ട് ടു ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോപ്പ് ഉടൻ തന്നെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഹരിയപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അർത്ഥം. ദ ഷോപ്പ് ഈസ് ജസ്റ്റ് എബൌട്ട് ടു ക്ലോസ്. ഇനി മറ്റൊന്ന്, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബോസ് നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ യു സെൻഡ് ദാറ്റ് സെയിൽസ് ഇൻവോയ്സ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആ സെയിൽസ് ഇൻവോയ്സ് ഇമെയിൽ നിങ്ങൾ സെൻഡ് ചെയ്തോ. ഇത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലായില്ലെങ്കിൽ അത് ടെൻസ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇവിടെ ചോദിച്ചു, നിങ്ങൾ ആ സെയിൽസ് ഇൻവോയ്സിൻ്റെ ഇമെയിൽ സെൻഡ് ചെയ്തോ. അപ്പോൾ നിങ്ങളാണ് സെൻഡ് ചെയ്യേണ്ട ആൾ. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്, അയ്യോ ഇല്ല, ഞാൻ ഇപ്പോഴങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു. എന്തെങ്ങനെയാണ് പറഞ്ഞത്, ഓക്കെ, എൻ്റെ ആൻസർ എന്താണ്, നോ ബട്ട് ഐ ആം ജസ്റ്റ് എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇപ്പോഴങ്ങ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് ആ സമയത്താണ് ചോദിച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ. നോ ബട്ട് ഐ ആം ജസ്റ്റ് എബൌട്ട് ടു. ബട്ട് എന്നാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you very much for watching and God bless you.